എയുടെ 30% എന്ന് പറഞ്ഞാൽ എന്തായി? 30A ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു ബിയുടെ 20% എന്ന് പറയുമ്പോൾ 20B ബൈ 100 ആയി. നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള 100നെ ഒഴിവാക്കാം, 0യും കട്ട് ചെയ്യാം. ലാസ്റ്റ് എന്ത് വന്നു? 3A ഈസ് ഈക്വൽ ടു 2B എന്ന് പറഞ്ഞാൽ A ഈസ് ഈക്വൽ ടു 2B ഡിവൈഡഡ് ബൈ 3. ക്വസ്റ്റനിൽ എന്താണുള്ളത്? A പ്ലസ് ബി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2B ബൈ 3 പ്ലസ് ബി. ഈ രണ്ട് ഡിനോമിനേറ്ററും ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ 3 ഇട്ട് കൊടുക്കുന്നു, ന്യൂമറേറ്ററിലും 3 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വന്നു? A plus B is equal to 5B divided by 3. അതുപോലെ തന്നെ എന്താണ്? B minus A കാണണം. നമുക്ക് എങ്ങനെ എഴുതാം? B minus 2B divided by 3. ഇവിടെയും നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ 3 ഇട്ട് കൊടുക്കുന്നു, ന്യൂമറേറ്ററിലും 3 ഇട്ട് കൊടുക്കുന്നു. എന്ത് വന്നു? B by 3. ഇനി നമുക്ക് എന്താ കാണണ്ടേ? A plus B is to B minus A എന്ന് പറഞ്ഞാൽ എന്താണ്? 5B by 3 is to B by 3. B by 3 കോമൺ, B by 3 കോമൺ. ഇവിടെ 5ഉം ഇവിടെ 1ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് എന്ത് വന്നു? 5 is to 1. ഓപ്ഷൻ D 5 is to 1 ആണ് ശരിയായ ഉത്തരം.